ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് പറഞ്ഞാൽ അൾട്ടോ കേട്ടനാണ്. കേട്ടന് വേറെ വർക്ക് വന്നതാണ്. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ബ്രേക്കിൻ്റെ ലൈറ്റ് കത്തി കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തു. ബ്രേക്ക് ഓയിൽ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ബ്രേക്ക് ഓയിൽ നല്ല കുറവുണ്ട്. മിനിമത്തിന് നല്ല മടി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ബ്രേക്ക് ഓയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ഇതിപ്പോൾ ലീക്ക് ഉണ്ടാവും. എവിടെയെങ്കിലും ലീക്ക് ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ വീൽസിൻ്റെ ലീക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പൈപ്പ് എവിടെയും പൊട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ സമയത്ത് അവിടെ നിന്ന് ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ലീക്ക് പറഞ്ഞാൽ MC ലീക്കാനുള്ള സാധ്യത കേട്ടോ. ഈ MC അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ആ 12-ൻ്റെ ബോൾട്ട് നെട്ട് അയച്ചിട്ട് MC നേരെ ബാക്കിലേക്ക് വെച്ചിട്ട് ബൂസ്റ്ററിൻ്റെ ഉള്ളിൽ ഒരു ടാഗ് എന്തെങ്കിലും വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ അതിൽ ഓയിൽ ഉണ്ടായിരിക്കും. ഓയിലുണ്ടെന്നുണ്ടെങ്കിൽ MC ലീക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ MC ലീക്കാണ്. അപ്പോൾ ഈ വണ്ടിയിൽ ഇതിൻ്റെ MC ലീക്കാണ്. ഇനി MC മാറണം. അപ്പോൾ ഈ 4 പൈപ്പ് അയക്കണം. പൈപ്പ് അയച്ചതിന് ശേഷം 12-ൻ്റെ നെട്ട് ഉണ്ടായിരിക്കും. അതയച്ച് നേരെ MC പുറത്തേക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബൂസ്റ്ററിനുള്ളിൽ നല്ല പോലെ ഓയിൽ ഇറങ്ങിയിട്ടില്ല, MC ലീക്കായി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ MC അയച്ചുകൊണ്ടിരിക്കണം. പൈപ്പ് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ സ്പെഷ്യൽ ടൂൾ ഇട്ടിട്ട് അയക്കണം. കോമ്പിയെ ഒന്ന് ഇട്ട് അയക്കുക. കോമ്പി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്ലിപ്പാവും. കട്ടറിങ് ഇട്ട് വെച്ചിട്ട് തന്നെ അയച്ചെടുക്കുക. തിരിച്ച് കയറ്റുമ്പോഴും ആ ത്രെഡ് കറക്റ്റായിട്ട് കയറ്റണം, അല്ലെങ്കിൽ പുതിയ MCൻ്റെ ത്രെഡ് പോകും. നല്ലപോലെ കൈ കൊണ്ട് കയറ്റിയ ശേഷം ടൈറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോ പൈപ്പും അയച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ 4 പൈപ്പ് അയച്ച് കഴിഞ്ഞാൽ ആ പൈപ്പും കാര്യങ്ങളും പോരും. പിന്നെ 2-12-ന് നെട്ട് അയച്ചാൽ MC നേരെ അത് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ MC മാത്രമേ മാറുന്നുള്ളൂ, ബൂസ്റ്റർ മാറണില്ല കേട്ടോ. MC മാത്രമേ മാറുന്നുള്ളൂ അതിനകത്ത്. അപ്പോൾ 4 പൈപ്പും കാര്യങ്ങളും അയച്ചിട്ടുണ്ട്. ഇതാ ആ 12-ന് നെട്ട് അയക്കുക കേട്ടോ. ആ കോമ്പിയോ റിങ്ങോ ഇനി അല്ലാന്നുണ്ടെങ്കിൽ ബോക്സ് എന്തായിട്ട് അയച്ചാൽ മതി കേട്ടോ. ആ 2 നെട്ടും കൂടി അയച്ചെടുക്കുക. അയച്ചതിന് ശേഷം MCൻ്റെ പുറത്തേക്ക് വെച്ചെടുക്കാം. അതെ, ചില MC നല്ല പിടുത്തുണ്ടായി കേട്ടോ. ഇതുവരെ അഴിച്ചിട്ടുണ്ടായില്ല. അതിനൊരു ഓറിങ് ഉണ്ടായിരിക്കും. ആ ഓറിങ്ങിലൊക്കെ ചെറിയ പിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ചിലത് പോരാൻ ഒത്തിരി സമയം എടുക്കും, ചിലത് പെട്ടെന്ന് പോരും. ആ ഓറിങ്ങിൻ്റെ പിടുത്തം കൊണ്ട് ചിലപ്പോൾ അവിടെ ഒന്ന് പോരാൻ ഒത്തിരി ടൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാ നമ്മൾ 2 ഞെട്ടും അയച്ചിട്ടുണ്ട്. ഇനി ഇതാ MC പുറത്തേക്ക് എടുക്കാം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തൊന്ന് എടുത്താൽ മതി. ആ പൈപ്പും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട്, കൂടുതൽ ബെൻഡാക്കരുത്, ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. ശേഷം MC ഷെയ്ക്ക് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇനി നല്ല പോരാത്താണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റെസ്റ്റഫും കാര്യങ്ങളൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ MC ലീക്ക് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ പൈപ്പും കാര്യങ്ങളൊന്നും അയക്കണ്ട കേട്ടോ. ആ 2 നെട്ട് അയച്ചിട്ട് നേരെ MC ഇതേപോലെ ബാക്കിലേക്ക് വലിച്ചു വെച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഓയിലുണ്ടോ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, MC അയച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയേക്കാം. അത് ബ്രേക്ക് ഓയിൽ ബോഡിയിലേക്ക് ആവരുത്, പെയിൻറ്റ് പോകും കേട്ടോ. ആദ്യമായിട്ട് അയക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആ ബൂസ്റ്ററിൻ്റെ ഉള്ളിൽ ഓയിൽ ഉണ്ടായിരിക്കും. ആ ഓയിലെ വലിച്ചെടുക്കണ്ടോ. വലിച്ചെടുത്തതിന് ശേഷം പുതിയത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബൂസ്റ്ററിൻ്റെ ഉള്ളിലത്തെ ഓയിൽ വലിച്ചെടുക്കണ്ടോ. ഒരു സിറിഞ്ച് വഴി ഒരു പൈപ്പ് ഇട്ടിട്ട് വലിച്ചെടുക്കണ്ടോ. ഇതുപോലെ വലിച്ചെടുത്ത് ഫുള്ളായിട്ട് വലിച്ചെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ കൈയൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് വേസ്റ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരു സിറിഞ്ച് എടുക്കുക, നേരെ ഒരു പൈപ്പ് അതിൻ്റെ മുകളിൽ വെച്ചെടുത്ത് വലിച്ചെടുത്താൽ കേട്ടോ. ആ ഫുൾ ഓയിൽ നമ്മൾ വലിച്ചെടുക്കും. വലിച്ചെടുത്തതിന് ശേഷം പുതിയ MC ഫിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഏകദേശം ഓയിൽ അതിൽ കൂടുതൽ ഓയിലൊന്നുമില്ല കേട്ടോ. MC ലീക്കായതുകൊണ്ട് കുറച്ച് ഓയിലുള്ളൂ. പഴയ MC ലീക്കായി തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് ഓയിൽ. അപ്പോൾ പുതിയ MC കേട്ടോ. ഇതാണ് പുതിയ MC. ഇതിന് ഏകദേശം 2,800 ആ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഏകദേശം MCക്ക്. അപ്പോൾ പുതിയ MC ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ MCൻ്റെ ഉള്ളിൽ ഓറിങ് ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ ആ പഴയ MCൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് ഓറിങ് ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം. അത് അനുഭവം കൊണ്ട് പറയുകയാണ്. പുതിയതിൽ വരുമ്പോൾ ചിലപ്പോൾ ഓറിങ് ഉണ്ടാകും, മുന്നേ ഇല്ലതിലൊക്കെ ഓറിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ഫിറ്റ് ചെയ്യും. പക്ഷേ ബ്രേക്ക് പ്രോപ്പർ ആവില്ല കേട്ടോ. അത് കറക്റ്റ് ആവില്ല ബ്രേക്കിങ് ചവിട്ടുമ്പോൾ. അപ്പോൾ പഴയ MCയിൽ ഓറിങ് എടുത്തിട്ട് പുതിയ MCക്ക് ഇടുക, നേരെ ഫിറ്റ് ചെയ്യുക കേട്ടോ. ഇനി തിരിച്ചതാ 12-ൻ്റെ ഞെട്ടും കാര്യങ്ങളൊക്കെ ഇടുക. പൈപ്പ് അതേപോലെ പൈപ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് MCൻ്റെ ഉള്ളിൽ ഓയിൽ വയ്ക്കുക. റിസോർട്ട് ടാങ്കിൽ ഓയിൽ വയ്ക്കുക. ഓയിൽ വെച്ചതിന് ശേഷം ആദ്യം എവിടെ വരുന്ന ഓയിൽ ആ പൈപ്പ് ഫിറ്റ് ചെയ്യുക. അതിനുശേഷം അങ്ങനെ ഓയിൽ വരുന്നതിനനുസരിച്ച് ആ പൈപ്പ് ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ എയർ കൂടുതലുണ്ടാവും, നമ്മൾ കുറേ നേരം എയർ ബ്ലീഡ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ കറക്റ്റ് എയറും കാര്യങ്ങളൊക്കെ പോയിട്ട് പിന്നെ എന്തായാലും ഇത് ബ്ലീഡ് ചെയ്യണം. അപ്പോൾ എയർ കുറേ നേരം ചവിട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ആദ്യം എവിടെ ഓയിൽ വരുന്നു ആ പൈപ്പ് ഫിറ്റ് ചെയ്യുക. അതിങ്ങനെ ഓരോന്ന് ഫിറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതിന് ശേഷം 4 വീലും എയർ എടുക്കണം കേട്ടോ.